നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജഡ്ജസ് റെഡി? എന്നാ പിന്നെ തുടങ്ങാം. അതെ ഗൈസ്, യെസ് ചേച്ചി, നമ്മൾ ഇവരെ വന്നിട്ട് പരിചയപ്പെട്ടിട്ടില്ല മര്യാദക്ക്. അതെ, ഞാൻ അതിനു മുന്നേ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരു ടാസ്ക്. ഇതില് ഒരാള് ആ കോളേജിലെ സാറാണ്. ഇതിലോ അതാരാണെന്ന് ചേച്ചി കണ്ടുപിടിക്കണം. മഞ്ജരി ഇതിൽ ഏറ്റവും മാറ്റല്ല, നേരെ നോക്കിയിരിക്കും എല്ലാരും. അത് പെൺകുട്ടികളിലാണോ ആൺകുട്ടികളിലാണോ? ആൺകുട്ടികളില്. ഓക്കെ, ഫസ്റ്റ് റോയില്. ചേച്ചി കണ്ടുപിടിക്കട്ടെ. എല്ലാരും ചെറുപ്പം ഈ വല്ല പിള്ളേരും കയറി സാറാന്ന് പറയോ? സാറിനത് ഭയങ്കര വലിയൊരു ക്രെഡിറ്റ് ആണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഒരു മെച്യൂരിറ്റി ഉള്ള മുഖം ഇതില് ഒരറ്റത്തൊരാൾക്കൊരു അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. ഏറ്റവും അറ്റത്തുള്ള പറയാൻ പറ്റില്ല ചേച്ചി, ഉറപ്പിച്ച് പറയണം ഇതാണ് ആ സാറിന്. ഒരു ചാൻസേ ഉള്ളൂ, ഒറ്റ ചാൻസ്. പിന്നെ ഫസ്റ്റ് വൺ, ആദ്യത്തെ ആള് അല്ലേ? ഇതിലാകപ്പാടെ എല്ലാരും അതുപോലെ ഉണ്ട്. പിന്നെ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു മീശയും താടിയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ വെച്ച് കണ്ടുപിടിച്ചതാണ്. അയ്യോ, ബാക്കിയൊക്കെ പിള്ളേരായിരിക്കുമല്ലോ. അവന്മാരൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുന്നു ചേച്ചി, പാവങ്ങള്. പക്ഷെ സാറാന്ന് കണ്ടാ പറയില്ല കേട്ടോ. ഇപ്പൊ പറയും. എന്താണ് സാറിന്റെ പേര്? എന്റെ പേര് അജു എന്നാണ്. അജു ഫിലിപ്പ്. എവിടാണ്? ഞാൻ കോട്ടയത്താണ് വീട്. KM എഞ്ചിനീയറിംഗ് കോളേജിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ്. എന്താണ് ഇവരെ പഠിപ്പിക്കുന്നത്? ഞാൻ ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. പിന്നെ കോളേജിന്റെ പ്ലേസ്മെന്റ് ഓഫീസറും കൂടെയാണ്. ഇവർക്ക് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ സപ്പോർട്ട് ഇവരൊക്കെ ആവുന്നതേ ഉള്ളൂ. പഠിക്കണ്ടേ ആദ്യം? നിങ്ങളൊക്കെ നന്നായി പഠിക്കോ? ഉറപ്പാണോ സാർ? എന്താ പറയുന്നത്? നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ്. അല്ലിപ്പോ ഇതല്ലാതെ ഇവിടെ വന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇതിൽ ആരെങ്കിലും പാടുവോ സാറേ? 5-6 പിള്ളേർ നമ്മുടെ പാടുന്ന പിള്ളേരുണ്ട് ഇവിടെ. ഞാൻ പാടും എന്ന് പറഞ്ഞു കൈവക്കണം. 1 2 3 4 5 ഒരാൾ താഴെ. ഇതിൽ ഏതൊക്കെ ഡാൻസ് ചെയ്യും? ആരൊക്കെ ഡാൻസ് ചെയ്യും? ഒരാള് അത് ഫുൾ വലിയ കൈ. അത് ഈ മുടിയാണ് കൈ പൊക്കി പിടിച്ചിരിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാല്ലേ, എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡാൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇടയ്ക്ക്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹിന്ദി റെട്രോ റൗണ്ട് ആണ്. ഹിന്ദി റെട്രോ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മുടെ അഭികുട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം അഭിനവ്. मैं गूंजेगा तराना के होठों पे आया है दिल का फजाना. अरे दिल ने दिल को पुकारा, लो मैं आया मिलने दोबारा. मंजिल प्यार तुम्हारा, मैं हूँ सागर तुम हो किनारा. सितारों के महफिल में गूंजेगा तराना के होठों पे आया है दिल का फजाना. अरे दिल ने दिल को पुकारा, लो मैं आया मिल
मिलने दोबारा कदम आए हैं उस मोड़ पे हम तुम है जहां सामने नजर से नजर करने अब लगी बातें बड़े ही राज से ये राज तुम्हारा ये नाज हमारा करे है क्या इशारा निशाने पे दिल है दिल पे निशाना दीवाना है अपनी ही धुन में दीवाना अरे दिल ने दिल को पुकारा लो मैं आया मिलने दोबारा तराना के होठों पे आया है दिल का फजाना सितारों के महफिल में गूंजेगा तराना के होठों पे आया है दिल का फजाना Are you ready? Can you feel it? Then let's go for it. ओ दिल वालों दिल मेरा सुनने को बेकरार है कहो ना प्यार है कहो ना प्यार है ओ चाहत से हम तुम है चाहत से संसार है कहो ना प्यार 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 അഭിനവ് എന്തോ സൂപ്പർ 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 പെർഫോമൻസ്. താങ്ക് യു. എങ്ങനെയുണ്ടായി? അടിപൊളി. അവരൊക്കെ എൻജോയ് ചെയ്യായിരുന്നു. എന്താ സ്റ്റെപ്സ്, എങ്ങനെയാടാ നീ ഇത്രയും ഇങ്ങനെ ഇതിനു മുന്നേ നീ ചെയ്തിട്ടുണ്ട്, എന്നാലും കിതക്കാതെ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കും ഞാൻ. ഡാൻസ് കളിച്ചോണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്തോ? ആ, പാടിക്കൊണ്ട് ഡാൻസ് കളിച്ചോണ്ട് പ്രാക്ടീസ് ചെയ്യും. മോനെ വണ്ടർഫുൾ. താങ്ക് യു സർ. നമുക്കൊന്ന് സ്വപ്നം കാണാൻ പറ്റത്തില്ല. സ്വപ്നം കണ്ടാൽ തന്നെ ക്ഷീണിക്കും. എന്തൊക്കെ വെറൈറ്റി സ്റ്റെപ്സ് സത്യം ആയിരുന്നു അല്ലേ? ഞെട്ടിപ്പോയി മോനെ. സത്യം പറയാലോ, നമ്മൾ ഈ മൈക്കിൾ ജാക്സൺ സാറിനെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നീ അസാധ്യം. അതങ്ങനെ ചെയ്താലേ. പക്ഷേ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് മോനെ, നമ്മൾ ചാടിക്കൊണ്ട് ഈ പാടുന്ന വോക്കൽ കോഡിന് കേടാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെന്ത് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. ഓരോരുത്തരും ഓരോന്ന് പറയുമായിരിക്കും. പക്ഷെ വാട്ട് എവർ, നിന്റെ ആ എഫർട്ട് താങ്ക് യു സർ. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. താങ്ക് യു സർ. എന്തായാലും നമുക്ക് ചോദിക്കാം. ചോദിച്ചോ. ഓക്കെ, മഞ്ചേരി ചേച്ചി
അഭിനവ് എന്തോ മാം? സൂപ്പർ സ്റ്റാർഡാ. താങ്ക് യു സാർ. അല്ല താങ്ക് യു മാം. ഇവിടെ എല്ലാവർക്കും എന്ത് പറ്റി? അവന്റെ കിളി സാറിനും ചക്കര എന്തായിരുന്നു ഇവിടെ അടിച്ച് പൊളിച്ച് തിമിർത്ത് ആഘോഷിച്ച് ഞങ്ങളെയും കൂടി അതിന്റെ ഇടയിൽ ഞങ്ങളെ എല്ലാരെയും പാടിപ്പിച്ചു. ഇതാ കോറസ് പാടി, ഇതാ ഞാനിവിടെ ഇരുന്ന് പാടി, പിള്ളേരെല്ലാരും എൻജോയ് ചെയ്ത് സൂപ്പറായിരുന്നു. താങ്ക് യു മാം. ശരിക്കും ഒരു ബോളിവുഡ് ഷോ കണ്ട പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര പൊളിച്ച് അടുക്കി. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ട്. എന്തായിരുന്നു, ഒരു ബോളിവുഡ് ഷോ കണ്ട പോലെ ഉണ്ടായിരുന്നു. കിട്ടില്ല. താങ്ക് യു മാം. അഭിനവ് അതിന്റെ ഇടയിൽ ആ വരവ് ആദ്യത്തെ എന്തായിരുന്നു, ഡോൺ ആയിരുന്നു അത്. ആ വടിയൊക്കെ പിടിച്ച് ഞാൻ ഇടയിൽ വെച്ച് പാട്ട് കഴിഞ്ഞു, അങ്ങനെ ഒരു ഫിനിഷിംഗ് ആയിരുന്നു. പിന്നെ ഓഡിയൻസ് ഇന്ററാക്ഷൻ കലക്കി. അതെ, സൂപ്പർ കലക്കി. എന്താ പറയാ, ഹാറ്റ്സ് ഓഫ് ഈ ഒരു പെർഫോമൻസിന്. കാരണം ഗ്രൂമേഴ്സ് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസും ഒരു പഠനവുമാണ് ശരിക്കും ഇത്തരത്തിൽ നിങ്ങളെ വളർത്തിയെടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഇപ്പോ ഇത് ക്വാർട്ടർ ഫൈനൽസ് അല്ലേ, ഈ ക്വാർട്ടർ ഫൈനൽസിൽ വന്നിട്ട് ഇങ്ങനെയാണ് പെർഫോമൻസ്. അപ്പൊ ഫൈനൽസ് എന്തായിരിക്കും? പൊളിച്ചു മോനെ, പൊളിച്ചു. നത്തിങ് ടു സേ. താങ്ക് യു മാം. സൂപ്പർ. താങ്ക് യു ചേച്ചി. ശരത് സാർ. മക്കളെ എന്തോ സാർ? ഒന്നും പറയാനില്ലടാ, അസാധ്യം. താങ്ക് യു സാർ. നീ ഇവിടുന്ന് തിരിഞ്ഞു നിന്നിട്ട് അങ്ങോട്ട് പോകുന്നത് വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താണ് അസാധ്യം. താങ്ക് യു സാർ. പക്ഷെ നീ ഇതിനു മുമ്പ് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നിന്നിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഐറ്റം പ്രതീക്ഷിക്കുന്നതേ ഇല്ല. താങ്ക് യു. വേറൊന്നും പറയാനില്ല. അവർ ആ പാട്ട് തരേണ്ട ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒരു ഊർജ്ജം നമുക്ക് വേണം. അതാണ് സൂപ്പർ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ശ്രീറാം സാർ. അഭിനവ്, എന്തോ സാർ? പവർ പാക്ഡ് പെർഫോമൻസ്. താങ്ക് യു സാർ. ഇങ്ങനെയുള്ള പാട്ടിലൊക്കെ വന്നിട്ട് ഇതുപോലെ ഡാൻസ് ചെയ്ത് പാടുക എന്നുള്ളത് ശരത്തണ്ണ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്കൊന്നും പറ്റാത്ത കാര്യമാണത്. ഇൻഫാക്ട് ആ ഒരു കഥയ്ക്കുന്ന സംഭവം ഒരു പ്രശ്നമില്ലാണ്ട് ക്ലീനായിട്ട് പാടി. പിന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അവസാനം ആ വടി എടുക്കാൻ മറക്കുമോ എന്നുള്ളത്. അത് കറക്റ്റായിട്ട് എടുത്തിട്ട് വന്ന് ഒരു 4 വീശി ആ പാട്ട് അവസാനിപ്പിച്ചു. ആൻഡ് നല്ല എന്താ പറയുക, ആറ്റിറ്റ്യൂഡ് ആ സോങ്ങിനോട്. ഇൻഫാക്ട് താങ്ക് ടു യുവർ ഗ്രൂമേഴ്സ്. ഓഫ് കോഴ്സ് ആ ഗ്രൂവ് ബോക്സിൽ നമ്മുടെ ഓർക്കസ്ട്ര ശരിക്കും ഞെട്ടിച്ചു. രണ്ടാമത്തെ പാട്ടിലേക്ക് ടേൺ ആയപ്പോഴാണ് അതിന്റെ ഫുൾ ബ്യൂട്ടി വന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ബേസ് ഗിറ്റാർ ഫുൾ സോളോ ആയിരുന്നു. ആ ഫുൾ ടൈം അത് ചിലപ്പോൾ പ്ലഗ് ചെയ്ത് കാണത്തില്ല, എങ്കിൽ തന്നെ വായിക്കും. ഇതൊക്കെ രസമാണ് നമുക്ക് നമ്മുടെ. പിന്നെ മാത്രമല്ല ആ ലാംഗ്വേജ് അങ്ങനെ പെട്ടെന്നൊന്നും അത് അത്രയും ക്ലീൻ ആയിട്ട് പാടാൻ പറ്റും. ഞാൻ നിനക്ക് വേറൊന്നും ഇത്രയൊന്നും പറയണ്ട. നീ പാടിക്കൊണ്ടിരുന്ന ശ്രീറാം എവിടെ എണീറ്റ് ഡാൻസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. ഞാൻ പറഞ്ഞു വേണ്ട ശ്രീറാമേ വേണ്ട, ഇനി 3-4 പാട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാവാന്ന്. ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ശ്രീറാമിനെ കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിന്റെ അപ്പുറത്ത് നീ എന്ത് ചെയ്യണം? മൈക്കിൾ ജാക്സൺ ഡാൻസ് ചെയ്തിട്ട് എണീക്കാത്ത മനുഷ്യനാ ശ്രീറാം. അങ്ങനെയുള്ള ആളാണ് നീ പൊക്കിയേക്കുന്നത്. അനൂഫേ, ഈ ചെക്കൻ വന്നതിന് ശേഷം ഒരു ഗ്രൂപ്പ് വന്നില്ലേ, കുണ്ടട കുണ്ടട കുണ്ടട, ഒന്ന് പ്ലേ ചെയ്യാമോ? എനിക്കൊരു ഓർമ്മ വന്നു. दिल क्या महफिल है तेरे कदमों में या दिल क्या महफिल है तेरे दुनिया की बहारें तेरे लिए चांद सितारे तेरे लिए हो तारी हरी हो तारी हरी दिल क्या महफिल है तेरे कदमों में या दिल क्या महफिल है तेरे. താങ്ക് യു സർ. പെട്ടെന്ന് ഓർമ്മ വന്നു, പഴയ ആർ.ഡി. ബർമൻ സാറിന്റെ ആണെന്നാണ് തോന്നുന്നത്. താങ്ക് യുടാ ഓർക്കസ്ട്ര. ശരത് സാർ. മക്കളെ നിനക്ക് 9.5 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി 9.7. താങ്ക് യു മാം. എല്ലാം ഇതുപോലെയൊക്കെ ഉള്ളൊരു അടിപൊളി മാർക്ക് ഞാനും അതിനകത്ത് ആൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. താങ്ക് യു സാർ. അബി ടോട്ടൽ 19.2. സൂപ്പർ. അടിപൊളി.
ശരത് സംഗീതം റൗണ്ടിലേക്ക് പോവാം. എന്ത് പറയുന്നു ശരത് സർ? റെഡി അല്ലേ? തീർച്ചയായിട്ടും ഞാൻ റെഡിയാ. ഓക്കെ, പാടാൻ വരുന്നു നമ്മളുടെ പാർവണ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം പാർവണ. ശ്വാസോന്മദം ഉൾത്തടത്തിൻ നടരിലെ ചകിതമാം കപിതലോഹം നീൾമുടിച്ചാർ തുലയവേ ജലകണം ചിതറി വീഴ്കെ നീഹാരബാഷ്പമായി മഞ്ഞുനീരിൽ ശ്വാസോന്മദം ഹരിതകം തിരയുന്ന ശിഖരങ്ങളാൽ കൊടിമിന്നൽ വിറയാർന്ന മുകിൽ മേനിയിൽ അടിയിലെ വേരിന്റെ പടലങ്ങളാൽ ഉറവകൾ കുടികൊള്ളും ആഴങ്ങളിൽ പരതുമൊരു വിവശതയിലിന്നു നാം ആ പാദമിടറുന്നുവോ പരതുമൊരു രാവിനിരുളിമാ മഞ്ഞുനീരിൽ ചിന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മദം കിളിവാതിലിടയിലെ വെയിൽ നാളമായി ആഴങ്ങളറിയുന്ന നിഴൽ നാഗമായി ഒരു ശംഖുപുഷ്പത്തിൽ ശലഭമായി ഒരു ചെമ്പരത്തി തൻ തുടുവിയർപ്പായി കുതറുമൊരു ജീവാഗ്നി നടനമിതിൽ അഴിയുന്നു ബോധങ്ങളുടെ ആടകൾ കുതറുമൊരു ജീവാഗ്നി നടനമിതിൽ അഴിയുന്നു ബോധങ്ങളുടെ ആടകൾ മലരിനും പോര മൃദുലത ഉഷസിനരുണിമ മഞ്ഞുനീരിൽ ചിന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മദം ഉൾത്തടത്തിൻ നടരിലെ ചകിതമാം കപിതലോഹം നീൾമുടിച്ചാർ തുലയവേ ജലകണം ചിതറി വീഴ്കെ നീഹാരബാഷ്പമായി മഞ്ഞുനീരിൽ ചിന്തിക്കനൽ തൊട്ട നേരം നൈസ് നൈസ് നൈസ്. പാർവണ, ഓ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? എങ്ങനെയുണ്ടായി? പ്രാക്ടീസ് ചെയ്യാനൊക്കെ പാടായിരുന്നോ? ഈസി ആയിരുന്നോ? സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ആയിരുന്നു. ആ ആണോ? കുഴപ്പമില്ല. അവളെന്നെ ഇങ്ങനെ നോക്കുന്നു. അധികം ചോദ്യം ഒന്നും ചോദിക്കാൻ നിൽക്കണ്ടെന്ന്.
വേണ്ട. കുശുമ്പത്തി. എന്നാ ചേച്ചി ചേച്ചി മോളും അസലായിട്ട് പാടി. താങ്ക് യു മാം. ചില സ്ഥലങ്ങൾ മാത്രം കുറച്ചുകൂടി ഒരു സസ്റ്റെയിൻ ഉള്ള സ്ഥലങ്ങളും പിന്നെ അത് കട്ട് ചെയ്യുന്ന ചില ഭാഗങ്ങളും ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവായിരുന്നു. ഞാനത് പാടിച്ചോട്ടെ സർ? ഹേയ് കം ഓൺ. മോളു ആ പല്ലവി ഒന്ന്. മഞ്ഞുനീരിൽ ചെന്തി കനൽ തൊട്ട നേരം ശ്വാസോന്മദം ഉൾത്തടത്തിൻ ഉൾത്തടത്തിൻ നടുവിലെ അടറിലെ അടവാണോ? ഉൾത്തടത്തിൻ നടുവിലെ ചകിതമാം കപിതലോഹം നീൾമുടിച്ചാർത്തുലയവേ ജലകണം ചിതറി വീഴുകേ. മോളെ അത് സസ്റ്റെയിൻ ഉണ്ടാ? നീൾമുടിച്ചാർത്തുലയവേ ജലകണം ചിതറി വീഴുകേ. അല്ലടാ, അത് അടുത്ത നോട്ടൊന്ന് മനസ്സിലുണ്ടാവണം. നീഹ അതാ വരാൻ പോകുന്നത്. അപ്പൊ നീഹാര അങ്ങനെ വരും. അതിനൊരു ഗ്ലൈഡ് ഉണ്ട്. സ്പഷ്ടമാക്കണ്ട, പക്ഷെ എന്നാലും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തേക്കും മോളെ. അതെ, അതൊന്ന് പാടും. നീൾമുടിച്ചാർത്തുലയവേ ജലകണം ചിതറി വീഴുകേ. നീഹാരബാഷ്പമായി. അത് സസ്റ്റെയിൻ ഉണ്ട് മോളോ. അതൊന്ന് ഒന്നുകൂടെ ഒന്ന് കേൾക്കുമ്പോൾ ചില സസ്റ്റെയിൻസ് വരുമ്പോൾ അതിനൊരു ബ്യൂട്ടി കൂടുതലാണ്. അതിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വന്നിട്ട് അടുത്ത നോട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ. അപ്പം അത് ശ്വാസം കിട്ടാണ്ടാകുമ്പോൾ അതങ്ങ് കട്ടായി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അയ്യോ അത് കുറച്ചുകൂടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു മോള് കുറേ കാറ്റ് ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് ശ്വാസം പെട്ടെന്ന് തീർന്നു പോകും. ബ്യൂട്ടിഫുള്ളി പാടി, നന്നായി പാടി കേട്ടോ. നല്ല പാട്ടും കൂടിയാണ്. ഇല്ല, വല്ലാത്തൊരു ഫീലുള്ളൊരു പാട്ടാണ്. അതിൻ്റെ പിക്ചറൈസേഷനൊക്കെ കണ്ടിട്ടില്ലേ? എന്ത് മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. നല്ലൊരു പാട്ട് സെലക്ഷൻ. മോൾ ആരാണ് സെലക്ട് ചെയ്തത്? ഇവിടുന്ന് കിട്ടിയതാണ്. അതാര് തന്നതാണെങ്കിലും അവർക്കൊരു വലിയ കൈയടി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശ്രീറാം സർ. പാർവണ ഓ അസലായിരുന്നു മോളുടെ ഈ എന്താ പറയാ ടോട്ടൽ പെർഫോമൻസ്. താങ്ക് യു സാർ. പിന്നെ ഈ സോങ്ങിന്റെ എന്നുള്ളതാണോ മോളുടെ ആ ലാസ്റ്റ് നോട്ട് എന്നുള്ളത്? ആ മഞ്ഞു നീരിൽ നിന്ന് പറയുന്ന ആ മഞ്ഞിന്റെ ആ മാ ഉണ്ടല്ലോ, അതാ അതിന്റെ ചോട്ടിലേക്കൊക്കെ പോവോ നോട്ട്? അറിയൂല. അറിയൂല. ആ എന്നുള്ള നോട്ട് അവിടെയൊക്കെ എത്തുമ്പോൾ ഒരുമാതിരി ഒരു വല്ലാണ്ട് അയ്യോ ഇത് വളരെ ചോട്ടിലാണല്ലോ എന്ന് മോള് ഫീൽ ചെയ്ത പോലെ ഉണ്ട് എനിക്ക്. ചിലർ പ്രമദവനം പാടുമ്പോൾ മതവനം എന്ന് കേൾക്കും, കാരണം പ്രാൻ്റെ റേഞ്ച് ഉണ്ടാവില്ല. അതുപോലെ ഈ മഞ്ഞുനീരിൽ അതിൻ്റെ കൂടെ കുറച്ച് കാറ്റും കൂടി ആകുമ്പോഴാണ് ഈ നമുക്ക് ശ്വാസം മുട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ റേഞ്ചിൻ്റെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. മോളത് കേട്ട് കാണുമല്ലോ ആ യോഡ്ലിങ്ങിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ പാടിക്കഴിഞ്ഞാൽ നമുക്ക് 1-2 നോട്ടൊക്കെ നമുക്ക് ചുവട്ടിൽ എക്സ്ട്രാ കിട്ടും. ഓക്കെ സാർ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് നോട്ടാണെങ്കിൽ നമുക്ക് അത് പാടാനേ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ മോൾ പാടി നോക്കിയ ഒരു പ്രാവശ്യം കണ്ടോ പകുതി ഏറെ വരുന്നത്. അതിനുശേഷമാണ് ആ മഞ്ഞ് ക്ലിയർ ആവണത്. കുറച്ചുകൂടി ബെറ്റർ ആക്കാം കേട്ടോ. ആൻഡ് ഇപ്പൊ ആ ബെൻഡ് അടിച്ചത് എങ്ങനെയാണെന്ന് ഒന്ന് പാടി കൊടുത്തോ? ഇപ്പൊ എനിക്ക് ഇപ്പോഴും കേട്ടില്ല ആ ബെൻഡ് അടിച്ചത്. അത് പാടിയേ മക്കളെ. ഉൾത്തടത്ത് അത്ര നിനക്ക് ശ്വാസം കിട്ടുന്നില്ല മക്കള്. അവിടെ തൊട്ട് പാടിക്കും. ഓക്കെ, എത്തിച്ചു. അത് അങ്ങ് ശരിയായിട്ട് മനസ്സിലാക്കിയോ എന്താ പറഞ്ഞെന്നുള്ള? മനസ്സിലായോ? ആ അതങ്ങ് ഏറ്റ് റെഡിയാക്കിയാൽ മതി. ഗുഡ് ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ശരത് സർ. ഹായ് മോളെ. ഹായ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറ, ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത് പറ, അതിനുശേഷം ഞാൻ പറയാം. ലിറിക്സ് റഫീഖ് അഹമ്മദ് സാർ, മ്യൂസിക് ശരത് സാർ,
മൂവി തിരക്കഥ ഉം. 2008. ഓ അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കൽപ്പന രാഘവേന്ദ്ര. അത്ര മോക്ക് അറിയാവോ? ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയില്ലേ? കിട്ടി. പക്ഷെ മോളെ ഈ ഫിലിമിൽ ഒരു കാര്യം പറയാം. ഇത് ആ പാട്ടുകാരി പാടിയതിന് ശേഷം നമുക്ക് അറിയാവുന്ന ഒരു നല്ല പാട്ടുകാരിയെ കൊണ്ട് നമ്മളൊരു അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു നമുക്കൊന്ന് പാടിക്കാൻ ശരത്തേ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അത് പാടിച്ചു. അത് അസാധ്യമായിട്ട് പാടിക്കും. അപ്പോൾ അത് പാടിയിട്ട് പോയി. ഇപ്പോൾ ഈ രണ്ട് പാട്ടും ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. കാര്യം എൻ്റെ സെഷന് കൊടുത്തു. പിന്നെ അപ്പോൾ ഇതിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് അത് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അത് ഓക്കെ, നീ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഇതിന് വേണ്ടി, കാരണം ബാക്കി എല്ലാം പുതിയവരൊക്കെ അല്ലേ പാടിയേക്കുന്നത്, ഒരു ഇതിന് അറിയാൻ വേണ്ടി ചിത്ര ചേച്ചിയെ കൂടെ കൊണ്ട് പാടിച്ചേക്ക് ശരത്തെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെന്താ, സൂപ്പർ. ഇപ്പോൾ ചിത്ര ചേച്ചിയെ കൊണ്ട് പാടിച്ച് ഞാനിത് അയച്ചു കൊടുത്തു. ഇത് നമ്മൾ ഇവിടെ റീ റെക്കോർഡിങ്ങിന് വന്നു. അപ്പോൾ പാട്ടൊന്നും വന്നിട്ടില്ല. പാട്ടിൻ്റെ തുടക്കം മാത്രം ഇട്ടിട്ട് ആ സ്ഥലം ഗ്യാപ്പാണ്, കാരണം അവർ എഡിറ്റ് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ റീ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫിലിം അത് ഫൈനൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ പോയി നമ്മൾ പ്രീമിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഫൈനൽ മിക്സ് കേൾക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയിരുന്ന് കേട്ടപ്പോൾ ഞാൻ പാടിയ പാട്ടില്ല അതിന് വരും ചിത്ര ചേച്ചിയുടേതാണ് ഉള്ളത്. പിന്നെ ഈ മഞ്ഞുനീരിൽ ഞാൻ വേറൊരു സിംഗറിനെ കൊണ്ട് പാടിച്ചത് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അതെൻ്റെ അടുത്തിരിക്കുന്ന ആളാണ് മഞ്ചരിയുടെ പാട്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പുറന്തള്ളപ്പെട്ടു ഈ ചിത്രത്തിൽ. അല്ല, പക്ഷെ അതിൽ ആ പുറന്തള്ളപ്പെടുന്നതിൽ ശരത് സാറിന് പ്രശ്നമല്ല, സാറിന്റെ മ്യൂസിക്കാണ് സാറ് പാടിയത്. പക്ഷെ ഈ പ്രായത്തിൽ, അതായത് ഞാനൊരു 17 വയസ്സ് 18 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഇത് പാടാൻ ചെല്ലുന്നത്. അപ്പം ഇത് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ശബ്ദമല്ല വേറെ ആളുടെ ശബ്ദം എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അത് ഇപ്പൊ പറയുമ്പോ നമുക്ക് കുറച്ച് ലാഘവത്തിൽ പറയാമെങ്കിലും അന്ന് മനസ്സ് ഒരുപാട് വിഷമിച്ചു. അപ്പൊ അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് നമുക്ക്. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഇതിപ്പോ ഇപ്പൊ ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും. അത് കുഴപ്പമില്ല. നൈസ്. അല്ല ശരത് സാർ, നമുക്ക് ചേച്ചിയുടെ വേർഷൻ ഞങ്ങൾക്കൊന്ന് കേൾക്കണം നേരിട്ട്. കേട്ടോളൂ, യൂട്യൂബിലുണ്ട്. ചേച്ചി നേരിട്ട് പ്ലീസ്. മഞ്ഞുനീരിൽ ചെന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മദം ഉൾത്തടത്തിൻ നടറിലെ ചകിതമാം തപിതലോഹം നീൾമുടിച്ചാർ തുലയവേ ജലകണം ചിതറി വീഴേ നീഹാരബാഷ്പമായി മഞ്ഞുനീരിൽ ചെന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മദം. സോറി, ലാസ്റ്റ് തട്ടിപ്പോയി. സർ കണ്ടിന്യൂ. മോളെ നന്നായിട്ട് പാടിയതാ. ഇപ്പൊ എന്താ പറയുക, മഞ്ചരി ശ്രീറാമൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് ആ മോള് ചരണം ഒന്ന് പാടാമോ? കിളിവാതിലിടയിലെ വെയിൽ നാളമായി ആഴങ്ങളറിയുന്ന നിഴൽനാഗമായി എല്ലാം ബെൻഡുണ്ട് മോളെ, എല്ലാ ഫ്രേസിന്റെയും എൻഡിൽ ബെൻഡുണ്ട്. ഒരു ശംഖുപുഷ്പത്തിൽ ശലഭമായി ഒരു ചെമ്പരത്തി തൻ തൊടുവിയർപ്പായി കുതറുമൊരു ജീവാഗ്നി നടനമിതിൽ അണിയുന്നു അല്ല അഴിയുന്നു. കുതറുമൊരു ജീവാഗ്നി നടനമിതിൽ അഴിയുന്നു ബോധങ്ങളുടെ ആടകൾ. അടുത്തത് റിപ്പീറ്റ് വേണ്ട മോളെ, അങ്ങനെ പിന്നെ അത് തന്നെ പാടും. എത്ര ജലി കുതറും കൊച്ചെ. അടുത്തത് മലരിനും പൂരമൃദുലത ഉഷസിനരുണിമ. വെരി ഗുഡ് മൊത്തം. താങ്ക് യു മാം. മാമോ നിനക്ക് മാർക്കേ ഇല്ല. താങ്ക് യു മാം. സോറി മക്കളെ, അത്ര ഉള്ളടാ. താങ്ക് യു സർ. എനിക്കൊരു സർപ്രൈസ് ഉണ്ട് മോക്ക്, ഒരു ചെറിയ സർപ്രൈസ്. ഞാൻ അറിയാണ്ടോ? അതല്ലേ സർപ്രൈസ്. ഇത് വിളിക്കാന്ന് പറഞ്ഞു. പാർവനല്ല, പാർവണയ്ക്ക്. ഓക്കെ. ശരത്, പാർവണ, ഇത് റഫീഖ് അഹമ്മദാണ്. തിരക്കഥ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു പാട്ടുണ്ടല്ലോ,
നമ്മുടെ മഞ്ഞുനീരിൽ ചെന്തിക്കനൽ. അത് ശരത്ത് വളരെ മനോഹരമായ സംഗീതം കൊണ്ട് അതിനെ ആ പാട്ടിനെ വളരെ വളരെ ഭംഗിയുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പാട്ട് എന്നുള്ള രീതിയിൽ എനിക്കും വളരെ സന്തോഷമുള്ള, കേൾക്കാൻ വളരെയധികം താല്പര്യമുള്ള ഒരു പാട്ടാണത്. ഞാൻ ചെയ്ത പാട്ടുകളിൽ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് അത്. പാർവണ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് പാടുന്നു. അതിമനോഹരമായിട്ടുള്ള ശബ്ദമാണ് പാർവണയുടെ. ഒരുപാട് ഭാവിയുണ്ടെന്ന് തോന്നുന്നു. പാർവണയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ശരത്തിന് ഇതിനു മുമ്പും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഓ സൂപ്പർ. അപ്പം മക്കൾ പാടിയത് ഞാൻ ഇവിടെ ഇട്ട് ഓൺ ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അണ്ണാച്ചിയെ, പ്രിയങ്കരനായ റഫീഖ് അഹമ്മദ് അണ്ണാച്ചിയെ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ മോളെ. ഇത്രയൊക്കെ ദ്രോഹിക്കാൻ പറ്റും എനിക്ക്. ഓക്കെ ശരത് സർ, എന്തോ എത്ര മാർക്ക്? മക്കളെ, ഓ ഞാൻ മക്കൾക്ക് 8.7 മാർക്സ് തരാം. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി? പാർവണയ്ക്ക് ഞാൻ 8.8 മാർക്സ് തരും. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശ്രീറാം സർ? ആൾറെഡി റിട്ടേൺ ആൻഡ് ഭരണിക്കകത്തുണ്ട്. ശശിയേട്ടൻ എവിടെ? ഭരണിയിലുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 17.5. അടുത്തതായി SP വെങ്കിടേഷ് സാറിന്റെ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മുടെ ധ്രുവ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ധ്രുവ. ധ്രുവ, എന്തോ ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? ധ്രുവയ്ക്ക് പറ്റിയ പാട്ട്, നല്ല കോസ്റ്റ്യൂം, നല്ല ഹെയർ സ്റ്റൈൽ, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. തോന്നുന്നു ഇന്നും ബർത്ത്ഡേസിനൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പാട്ട് അല്ലേ? എപ്പോഴും നമുക്ക് ചോദിച്ചു നോക്കാം. ചോദിക്കാം. ശ്രീറാം സർ? മോൾ അസലായിട്ട് പാടി കേട്ടോ. വളരെ വളരെ ബ്രൈറ്റ് ആയിട്ട്. അത് പാട്ടിന്റെ സ്റ്റാർട്ടിങ് മുതൽക്ക് ആ ഒരു എന്താ പറയാ പെപ്പ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വരയ്ക്കും. ആൻഡ് എന്താ ഈ ഒരു പ്രായത്തില് ഇങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള സംഗതിയൊന്നും അല്ലാതെ കൊച്ചു കൊച്ചു പൊടി സംഗതികളൊക്കെ പാടുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ തറോലി എൻജോയ്ഡ്. ആൻഡ് ഒരു സന്തോഷമുള്ള ഒരു പാട്ട്, അങ്ങനെ വല്ലാത്ത തിങ്സും അങ്ങനെയുള്ള ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് അതൊക്കെ വളരെ വേണ്ടത് എങ്ങനെയാണോ പാടേണ്ടത് അങ്ങനെ പാടിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. താങ്ക് യു സർ. ശരത് സർ? മകളെ, എന്തോ മക്കളെ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. നിനക്ക് പറ്റിയൊരു പാട്ട്. അവിടെ ഇവിടെ ആ തോട്ടത്തിലൊക്കെ നിന്ന് വല്ല പൂക്കളൊക്കെ പറിച്ച് വല്ല അട്ടകടിയും കൊണ്ടിട്ട് നിന്ന് പാടാൻ പറ്റിയൊരു പാട്ടാണ്. കുഞ്ഞിന്റെ സ്വഭാവത്തിന് ചേർന്ന ഒരു പാട്ട് തന്നെ മക്കൾ എടുത്തുകൊണ്ട് വന്ന് പാടി. സന്തോഷമായോ? സന്തോഷം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട, പ്ലീസ്. അവള് ഒരു കാര്യം പറയാം. എന്താ അത്? അല്ല കുസൃതി ചോദ്യം. പാട്ടെന്ന് പറഞ്ഞില്ലേ, ശരത് സാറ് അങ്ങനത്തെ ഒരു ശബ്ദം വെച്ചിട്ട് ചിത്രാമ്മേനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു പാട്ട്. അതെ, ഈ കുഞ്ഞി ശബ്ദം വെച്ചിട്ട്. ഏതാ അത്? ശരത് സാറിനെ പറ. എനിക്കറിഞ്ഞൂടാ. ആ ടാസ്ക് ആയിട്ട് വന്നേക്കണേ. അയ്യോ, ഇത് ചോദ്യമായിരുന്നു മക്കളെ. ചോദ്യമൊന്നുമല്ല, സീരിയസ് ആയിട്ടുള്ള ചോദ്യാ. അയ്യോ, ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ഫസ്റ്റ് പാടാം. ആ, അറിയാം മോളെ. ഓക്കെ, അല്ലേ ഞാൻ മറന്നു കേട്ടോ. എന്നാ പാട്. ആ, പാടിക്കോ. സാർ എനിക്ക് വേണ്ടി പാടിത്തരാം. അതല്ലേ എങ്ങനെ ഇതുള്ള പാട്ടെല്ലാവർക്കും ചോദിക്കുന്നത് പെണ്ണെ? എന്റെ അച്ഛന് പറഞ്ഞു തന്നതാ. എനിക്കറിയാം. അത് തരുന്ന അയ്യോ, ചിത്ര ചേച്ചി നല്ല അലുവ പോലെ പാടി വെച്ചിട്ടുണ്ട്. ചേച്ചി, ഐ മിസ് യു. പെട്ടെന്ന് ചേച്ചി എനിക്ക് മിസ് ചെയ്ത് ഇമോഷണലായി. ശരി, പോട്ടെ. മക്കളെ, എന്തോ കുഞ്ഞാടെ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. നല്ല രസം ഉണ്ടായിരുന്നു മോള്. എനിക്ക് ആകെ ഉള്ള ഒരു സംഭവം പറയാം. ഇത് എത്ര ശ്രുതി? ഇത് എഫ്. അപ്പൊ ഈ കോഡ് പ്രോഗ്രാം എഫ്, ജി മൈനർ കുറച്ച് നേരം, പിന്നൊരു C7 ഉണ്ട്. അത് മോള് കൃത്യമായിട്ട് പാടണ്ടേ. നല്ല നാള് പിറന്നാള്. അപ്പൊ അങ്ങനെ കൃത്യമാകുമ്പോ അല്ല അതിനൊരു സുഖം കിട്ടുന്നത്. നല്ല എന്ന് പറയുമ്പോ അല്ല അത് ചേരത്തുള്ളൂ. നല്ല എന്ന് പാടി ചേരത്തില്ല. നല്ല. ആ മക്കളെ, നന്നായിരുന്നു. എനിക്ക് ഒരേ ഒരു സ്ഥലം മക്കളൊന്ന് പാടിത്തരാമോ? പിച്ച വച്ച
പിച്ച് പിച്ച് നടക്കാം. ആ സംഗതി അതിനൊരു ക്ലാരിറ്റി, ഒരു ഗും തോന്നിയല്ലേ. ഒന്നും കൂടെ ഒന്ന് പാടാമോ? പിച്ച് പിച്ച് നടക്കാം. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ലവ് യു മുത്തേ. ലവ് യു ടു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി ധ്രുവക്കുട്ടി എന്തോ സൂപ്പർ ആയിരുന്നു മോളെ. ഒന്നാമത് എനിക്ക് ഉടുപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സുന്ദരമായിട്ട് പാടി. ഇതില് ഞാൻ എഴുതി വെച്ച സെയിം തിങ് ആണ് ശരത് സാർ എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് കംപ്ലീറ്റ് മൊത്തത്തിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇതിലിനി ഒന്നും വേറെ എനിക്ക് ആകപ്പാടെ പറയാൻ തോന്നുന്നത്, മോൾ ഇതിന്റെ ഇടയിൽ ഒരു ചിരി ചിരിച്ചു. അത് നല്ല രസമുണ്ട്. ആഹാ എന്നൊരു സാധനം ഉണ്ടായിരുന്നില്ലേ? സൂപ്പർ ആയിരുന്നു അത്. താങ്ക് യു മാം. നല്ല 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 പാട്ടുകൾ മെച്ചപ്പെട്ട് വരികയാണ് ഇവർ ഓരോരുത്തര്. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു മോൾ ഇപ്രാവശ്യം പാടിയത്. താങ്ക് യു ശരത് സാർ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ആ പ്രായത്തിനൊത്തിട്ടുള്ള പാട്ട് പാടിയത്. പിറന്നാള് നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. വേണ്ടെന്ന് വെച്ചു. ചുമ്മാ ചെറുത് പാടും ചേച്ചി, ഞാൻ കേട്ടു, അത് ഓർമ്മ വന്നു, പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചു. നമ്മളത് അനുവദിക്കില്ല. സൂപ്പർ സ്റ്റാറിൽ ഓർമ്മ വന്ന നമ്മളത് പാടിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് പൂക്കി. പൂക്കി മാർക്സ്. ശരത് സർ പൂക്കി പറയൂ മാർക്ക്. മക്കളെ 8.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി 9.1 മാർക്സ്. താങ്ക് യു മാം. ശ്രീറാം സർ. എന്റെ മാർക്ക് ആൾറെഡി ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, സൂപ്പർ. സോ ടോട്ടൽ 17.9. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. മഞ്ജരി ചേച്ചി. ഓ യെസ്. ഇവിടെ അവിടെ ഞാനല്ല. ആ മോള്, ഞങ്ങക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടി തരാവോ? ഏതാ പാട്ട്? താമരക്കുരുവിക്ക് തട്ടമിട്. ഓ വണ്ടർഫുൾ. ആ മോളുടെ പേരെന്താ? പാടുന്നുണ്ട്. ഹിബയ്ക്കും ഹിബയുടെ കൂട്ടുകാർക്കും വേണ്ടിട്ട്, ഈ തട്ടമിട്ട മൊഞ്ചത്തികൾക്ക് വേണ്ടിട്ട് ഞാൻ ആ പാട്ട് പാടിത്തരാം. തട്ടമിടാത്ത മൊഞ്ചന്മാർക്കും വേണ്ടിട്ട്. താങ്ക് യു രാജാ സർ ആൻഡ് ഗിരീഷ് ഏട്ടാ. ഹിബ ഹാപ്പി ആയില്ലേ? ചേച്ചിക്ക് ഒരു വലിയ കൈയുടെ എല്ലാവരോടും ഒന്നുകൂടെ കൊടുക്കാം. ലവ് യു. താങ്ക് യു ചേച്ചി. അടുത്തതായി ജൂനിയർ വേഴ്സസ് സീനിയർ റൗണ്ട് ആണ്. പാടാൻ വരുന്നു നമ്മളുടെ മെബൂട്ടന്റെ കൂടെ ബിന്ദു ചേച്ചി, ബിന്ദു കലാഭവൻ. ഓക്കെ, വെൽക്കം മെബിൻ ആൻഡ് ബിന്ദു ചേച്ചി.
മെബു ഓ ബിന്ദു ചേച്ചി ഭയങ്കര റൊമാൻറ്റിക് പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ. ജഡ്ജസ് നമ്മുടെ ബിന്ദു ചേച്ചി നിസ്സാരക്കാരിയല്ല. 31 വർഷമായിട്ട് ഗാനമേളകൾ നടത്തുന്നുണ്ട് ചേച്ചി. 19 കൺട്രീസിലോളം ട്രാവൽ ചെയ്ത് ഷോസ് ചെയ്തു അല്ലേ? പിന്നെ ഏകദേശം ചേച്ചിയുടെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു 5000+ ഷോസ് ചേച്ചി ചെയ്തിട്ടുണ്ട്. ചില്ലറക്കാരിയല്ല ചേച്ചി. എന്തോ ബിന്ദു കലാഭവനിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? കലാഭവനിൽ ഒരു 5 വർഷം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കലാഭവൻ ബിന്ദു അങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് കലാഭവൻ കലാഭവൻ. അതെ. പിന്നെ കലാഭവനിലായിരുന്നപ്പോ അന്ന് ഫാദർ ആബേൽ ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ്. കലാഭവന്റെ നല്ല ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒത്തിരി നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിച്ചു. ഒരുപാട് ഇപ്പൊ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ ഞാൻ ഉണ്ടായിരുന്ന എല്ലാ വർഷവും അവിടെ ട്രിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും പോകാൻ പറ്റി. പിന്നെ ഒരു വേൾഡ് ടൂറൊക്കെ ചെയ്യാൻ പറ്റി. വണ്ടർഫുൾ. താങ്ക് യു ചേച്ചി. ഞങ്ങളുടെ മെബൂട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റൗണ്ടിൽ ചേച്ചി ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞാനും അങ്ങോട്ട് നന്ദി പറയുകയാണ്. എനിക്ക് ഇതുപോലെ ഇങ്ങനെ പാടാൻ ഒരു അവസരം തന്നതിന് അമൃത ടിവിയുടെ ഇതിൻ്റെ എല്ലാ ആളുകളോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന്. പിന്നെ അതുപോലെ അമൃത ടിവിയുടെ പാടാം നേടാൻ മാത്രമല്ലല്ലോ ചേച്ചി, വേറൊരു പ്രോഗ്രാമിലും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അമൃത ടിവിയുടെ സൂപ്പർ ട്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അത് 2010 അത്. അപ്പൊ അതില് വിൻ ചെയ്തത് ഞങ്ങളുടെ ടീമായിരുന്നു. അതാണ്. അങ്ങനെ മൊത്തത്തിൽ ചേച്ചി ഉണ്ട് അമൃത ടിവിയുടെ കൂടെ. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ വന്നത് പാടാൻ നേടാം. അതാണ് വളരെ നല്ലൊരു എനിക്ക് ഏറ്റവും ഒരു ബ്രേക്ക് കിട്ടിയതെന്ന് പറയാൻ വേണമെങ്കിൽ പാടാൻ നേടാം. ഓക്കെ മെബൂട്ടാ, എങ്ങനെ ഉണ്ടായി ബിന്ദു ചേച്ചിയുടെ കൂടെ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബിന്ദു ചേച്ചി ഭയങ്കര സപ്പോർട്ടാ. ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആന്റി ഭയങ്കര പാവാ, ഭയങ്കര ഫ്രണ്ട്ലിയാ. ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു ആന്റി. താങ്ക് യു. ഓക്കെ ശരത് സാർ. അപ്പൊ മക്കൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. അതെ അതല്ലേ? ഇനി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം കേട്ടോ. മക്കളെ, നല്ലൊരു പാട്ട് മോൻ നന്നായിട്ട് തന്നെ പാടിയിരുന്നു. താങ്ക് യു സർ. അതുപോലെ ബിന്ദു ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. സൂപ്പർ. താങ്ക് യു സർ. ഇതിനെ കണ്ടതിലും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. എനിക്കും വളരെ സന്തോഷം. സാറിന്റെ മുമ്പിലും അതുപോലെ ശ്രീറാം സാറിന്റെ മുമ്പിലും മഞ്ജരി ചേച്ചി എന്ന് വിളിക്കാവോന്ന് അറിയില്ല. ഞാനിപ്പോ അത് ആലോചിക്കരുത്. മോനെ നന്നായിട്ട് പാടി താങ്ക് സർ. ഞാൻ ഗുരുവായൂരപ്പയൊക്കെ നല്ല. ഇത് ഒന്നാമത് എല്ലാ ഗാനമേള സദസ്സുകളിലും ഇതില്ലാത്ത ഒരു സമയമില്ലായിരുന്നു. ഇപ്പോഴും ഇന്ന് കേട്ടാൽ തന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കൈതൊട്ടു ആളുകൾ. കാര്യം അവരുടെ ഒരു വികാരമാണ്. പിന്നെ ഇതിൻ്റെ ഗ്രൂവൊക്കെ ഈ രാജാസാറിൻ്റെ ഇഷ്ടംപോലെ പാട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ഗാനമേളയ്ക്ക് അവരെല്ലാം കൂടെ വായിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് വണ്ടർഫുള്ളാണ്. അത് ലൈവ് കേൾക്കുമ്പോഴേ അതൊരു സുഖമാണ്. ഞാൻ ചെന്നൈയിൽ അതൊരു 3rd ഫ്ലോറിൽ ഈ ഒരു പ്രോഗ്രാം നടക്കുക. അപ്പം ഞാൻ താഴെ ഒരു തിയേറ്ററിൽ ഫിലിം കാണാൻ പോയതാണ്. അപ്പോൾ അതിന് ടിക്കറ്റും കിട്ടിയില്ല. മേളിലാണെങ്കിൽ ഫുള്ള് ജനം. അപ്പം ഞാൻ താഴെ നിന്നപ്പോൾ അവരെ വായിക്കുന്നതിൻ്റെ ഇവിടെ ഒരു ചെവിരുണ്ട്. ഈ ഐഹാറ്റ്സൊക്കെ ഈ ലൈവ് ഡ്രമ്മിങ് അല്ലേ, അത് അവിടെ തട്ടിയിട്ട് കേൾക്കുമ്പോൾ ഉള്ളൊരു സുഖം ഒരു ചെറുതായിട്ട് കേൾക്കാം. അപ്പം മക്കളെ, കുഞ്ഞാടെ നീ എനിക്ക് ആ രാധൈ ഉണക്ക് ചൊന്ന അതൊന്ന് പറയുകയോ പാടിയോ എന്തെങ്കിലും ചെയ്യും. രാധൈ ഉണക്ക് ചൊന്ന വേദം എന്ന ഞാൻ പോകും പാതൈ എന്നാളും ഉൻ പാതൈ. മക്കളെ, നീ പറഞ്ഞ എന്നാളും മലയാളമാ. എന്നാളും എന്നാളും എല്ലാ ദിവസവും എന്നാളും ഉൻ പാതൈ എന്ന് പറഞ്ഞാൽ എന്താണ്? രാധൈ ഉനക്ക് ചൊന്ന വേദം എന്ന പറഞ്ഞോ. ഞാൻ പോകും പാതൈ എന്നാളും ഉൻ പാതൈ. ഞാൻ പോകുന്ന വഴികൾ നിന്റെയും കൂടെ വന്ന് നീ കൂടെ ഇതിന്റെ കൂടെ നടന്ന് ആ റോഡ് തേയിച്ചു വന്നു കേട്ടോ. പിന്നെ മക്കളെ, അതുപോലെ ഇത് തേന അതൊന്ന് പാടാമോ? പറഞ്ഞാ മതി. തേനാറ്റും കരയിൽ
തേനാற்றങ്കരയിൽ. തേനാற்றൻകരയിൽ ആ. ദൈവിക കുരളിൽ. ആ അത്രേ ഉള്ളൂ മോനെ, അത്രേ ഉള്ളൂ. അത് വേറെ എന്തോ പാടിനി. ബാക്കിയൊക്കെ മനോഹരമായിരുന്നു. താങ്ക് യു സർ. ഐ ലവ് യു മുത്തേ. ഐ ലവ് യു ടു സർ. താങ്ക് യു ശരത് സർ. ശ്രീറാം സർ. മെബിൻ, എന്താ സർ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. എസ്പെഷ്യലി മെബിൻ്റെ ആ ലയം, ആ പാട്ടിൻ്റെ ടെമ്പോന് കുറച്ചൊന്ന് ഓടാൻ വിട്ടിട്ട് അതിൻ്റെ പുറകെ പിടിക്കുന്ന ഒരു രീതി. നമ്മുടെ തമിഴ് സിനിമയിലൊക്കെ നമ്മൾ ബാലു സാർ ഓഫ് കോഴ്സ് അദ്ദേഹം അതിൽ ജീനിയസ് ആണ്. മലേഷ്യ വാസുദേവൻ സാർ അവരൊക്കെ അതുപോലത്തെ കൈൻഡ് ഓഫ് സിംഗിങ്ങിൽ ഭയങ്കര രസമായിട്ട് പാടും. അങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ ലാ 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 ആ സംഗതിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു മോൻ പാടിയത്. താങ്ക് യു സർ. പിന്നെ ഭയങ്കര കൂളായിരുന്നു. ഒരു യാതൊരു ടെൻഷനില്ല, ബലം പിടിപ്പൊന്നും ഇല്ലാതെ. കാരണം ആ പാട്ട് അങ്ങനെയാണല്ലോ, രസിച്ച് പാടി. ഓഫ് കോഴ്സ് ബിന്ദുജി എക്സലന്റ് ആയിരുന്നു. നല്ല സപ്പോർട്ട്, മോന് നല്ല സപ്പോർട്ട് കൊടുത്തു. പിന്നെ ആ ഒരു ഏതോ ഒരു ട്യൂൺ മാത്രം മോൻ ആ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചാണോ? நான் போகும் பாதை എന്നാലും ഉൻ പാതേ. അത് കാഷ്വല് ഉണ്ടല്ലോ നിന്റെ കയ്യിൽ ആ പൈസ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചില്ലറയായിരുന്നു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ചില ആളുകൾ നമ്മൾ റേഞ്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയേ ഉള്ളൂ, തൽക്കാലം ഇതൊക്കെ വെച്ച് സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ് പാടുന്ന പോലെ. ആ ട്യൂൺ കേട്ടിരുന്നില്ലേ ശരിക്ക്? അതെങ്ങനെയായിരുന്നു? താലാലല്ലാല താലാല താരാരെ ആ നോട്ടുണ്ടല്ലോ അല്ലേ? ആ അതിപ്പോ മറന്നാണോ അല്ല ഇപ്പൊ പാടാൻ പറയുമ്പോ പാടുന്നതാണോ? അല്ല, ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തേ. അത് ശരി. ഓ ഇതിപ്പോ പ്രത്യേകിച്ച് രാജാ സാറായിരുന്നു. അല്ല അങ്ങനെ ഞാൻ വേറൊരു പാട്ട് ഉണ്ടാക്കാം, അപ്പൊ നീ അത് പാടിയാൽ മതി എന്ന് പറയും. ഈസ് വെരി പർട്ടിക്കുലർ ഓൺ നോട്ട്സ്. മാറ്റി പാടാൻ വിടുകയില്ല. എന്തെങ്കിലും നമ്മൾ അബദ്ധത്തിലൊരു സംഗതി പാടിയാൽ പോലും അതിന് നീ എതൊക്കെ അത് കഷ്ടപ്പെടുക, അടുത്ത പാട്ട് എന്നാ വെച്ചിപ്പനെന്ന് പറയും. ഇത് അത് മാത്രമല്ല, ആ ഗിറ്റാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്ത് രസമായിരുന്നു ആ പാട്ടിൽ. അടിപൊളി. താങ്ക് യു നിഷാന്ത്. മഞ്ജരി ചേച്ചി. മെബിൻ, എന്തോ ബിന്ദു ചേച്ചിയും മെബിനും കൂടി ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചത്. പിന്നെ ഇവര് എടുത്ത ഒരു ഡെഡിക്കേഷൻ കോസ്റ്റ്യൂമിൽ വരെ ഉണ്ട്. റെഡും വൈറ്റ് ചെരുപ്പില് വൈറ്റ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് ചെയ്തതാണോ അതോ? അത് എനിക്ക് അത് പപ്പയും അമ്മയാണ് ഡ്രസ്സൊക്കെ നോക്കുന്നോണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. എന്നോട് പറഞ്ഞു മെബു റെഡ് ആണ് ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് റെഡ് ഇട്ടു. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. രണ്ടുപേരും പാടുമ്പോൾ മെബിനാണെങ്കിൽ അങ്ങ് പ്രണയം ഫീലൊക്കെ അങ്ങോട്ട് ബിന്ദു ചേച്ചീനെ നോക്കിയിട്ട് എക്സ്പ്രഷനൊക്കെ ഇട്ട് അതിൽ ചില എക്സ്പ്രഷൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. മെബിൻ ആ സാധനമൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. പല സ്ഥലങ്ങളിലും നമുക്ക് SPB സാറിനെയൊക്കെ ഓർമ്മ വന്നു. ആ സ്ഥലത്ത് ഡിറ്റോ ആ സാധനങ്ങളൊക്കെ പഠിച്ചു മോൻ പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. പിന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശരത് സാർ പറഞ്ഞല്ലോ, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓൺ ദ ഹോൾ ദ പെർഫോമൻസ് വാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. അയ്യോ ഒന്ന് മറന്നു, ആ ലാസ്റ്റത്തെ അത് ആ കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു ചിരി. അത് വിചാരിക്കുമ്പോൾ വരില്ല ആ പണ്ടാലും, അത് വേറെ എവിടേക്കൊക്കെ പോകും. അതെങ്ങനെ പാടി? ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എങ്ങനെ പാടി? അത്ര 4 അല്ല 3 മതി. അത് കണക്കി നിക്കത്തില്ല. ഇനി വരുന്നില്ല, ഇനി ആ ചിരി വരുന്നില്ല. ആ സമയത്തിൽ വന്നോടാ, ടേക്കിന് വന്നു. യെസ്, അപ്പൊ നമുക്കിനി മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്താ സർ? എത്ര പ്രതീക്ഷിക്കുന്നു നീ? ഇതാണൊരു ചോദ്യം. അല്ല, നിന്റെ ഈ ഒരു അതിക്രമത്തിന് ഞാൻ എത്ര തരണം? പ്രതീക്ഷ എന്തോ ആവാം, പറഞ്ഞു. ഇപ്പൊ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടിട്ട് മെബുന് എന്താണ് തോന്നുന്നത്? എനിക്കോ? പിന്നെ ആർക്കാ? പിന്നെ വയലത്തുകാർക്കാണ് തോന്നുന്നത്. എനിക്കോ? പറയൂ. 9. ഇത് ഇത്ര ആലോചിക്കുവോ? 9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി അപ്പൊ ഞാൻ എന്ത് തരണം? ശരത് സാർ 9 ഇട്ടു. എന്തൊക്കെ മേളിലായിരിക്കും? 9.2. 9.1.
താങ്ക് യു ചേച്ചി. ശ്രീറാം സർ? ഓൾ ദി ബെസ്റ്റ്. ഇട്ടിട്ടുണ്ട് മാർക്ക്. ഓക്കെ, സോ ടോട്ടൽ 18.1. ഓക്കെ, താങ്ക് യു ബിന്ദു ചേച്ചി. നമ്മുടെ മെബൂട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ മെബുവിന്റെ ഒരു ചെറിയ സ്നേഹ സമ്മാനമുണ്ട്. ഓക്കെ, நான் போகும் பாதை என்னாலும் உன் பாதை ராதை உனக்கு சொன்ன வேதம் என்ன நான் போகும் Thank you. பாதை Thank you. എന്നാലും അങ്ങനെ മെബൂട്ടന്റെയും ബിന്ദു ചേച്ചിയുടെയും ആ ഒരു പെർഫോമൻസോട് കൂടി നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഓ സൂപ്പർ. ഇനി എന്താ എല്ലാവരും ഇവിടെ ഇരിക്കണേ? എന്താ? പോയി കിടന്ന് ഉറങ്ങൂ എല്ലാരും. അപ്പൊ ഒരു ബായ് പറയണ്ടേ? Bye. ബൈ. Good night. Good night. Bye.